അപ്പൊ ഈ വർഷത്തെ വിഷു വ്ലോഗ് ഏറ്റവും ലേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്ന ആള് ഞാനായിരിക്കും. കുറച്ച് തിരക്കുകളൊക്കെ കാരണമാണ് നമുക്ക് വിഷു വ്ലോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റാറുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ വിഷുവിന് തലേദിവസം തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കണി വെക്കാനുള്ള സാധനങ്ങളും കൃഷ്ണനെ എല്ലാം നമ്മൾ ഒരുക്കി വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയതിന് ശേഷമാണ് നമ്മുടെ വിഷു ആഘോഷങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ എറണാകുളം സൈഡിലേക്കൊക്കെ വിഷുവിന് കൂടുതലും നോൺ വെജ് ആണ് വെക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ തലേദിവസം തന്നെ ബീഫും പോർക്കും ചിക്കനും ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്യാസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളെല്ലാം വിറകടുപ്പിൽ തന്നെയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ അച്ഛനും അമ്മയ്ക്കും ഏറ്റവും വലിയ സന്തോഷം എന്ന് വെച്ചാൽ ഞങ്ങളെല്ലാവരും ഒത്തുകൂടുന്നതാണ്. അപ്പോൾ അവരുടെ വിഷു ആഘോഷം എന്ന് പറയുന്നത് ഞങ്ങളെല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളൊരു ആഘോഷമാണ്. അപ്പോൾ നമ്മളെല്ലാവരും മാക്സിമം വിഷുവിനും ഓണത്തിനും ക്രിസ്മസിനൊക്കെ മാക്സിമം വീട്ടിൽ വരാനായിട്ട് ശ്രമിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഈ വർഷം വിഷുവിന് കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കണ്ണൻ ഇല്ലാത്തതിൻ്റെ ഒരു സങ്കടം അമ്മയ്ക്കും അച്ഛനും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ എല്ലാവരും കൂടിയിട്ട് പടക്കവും കമ്പിത്തിരി എല്ലാം കത്തിച്ചതിന് ശേഷം വെളുപ്പിന് 12 മണി ആയപ്പോഴാണ് നമ്മൾ വിഷുക്കണി ഒരുക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ചേർന്നിട്ടാണ് വിഷുക്കണി സെറ്റ് ആക്കുന്നത്. അപ്പോൾ വിഷുക്കണിയിൽ വെക്കാനായിട്ടുള്ള മത്തങ്ങയും ചക്കയൊക്കെ അമ്മൂൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ അവിടെ ഉണ്ടായ സാധനങ്ങളൊക്കെ ആട്ടോ നമ്മൾ കണി വെക്കുന്നത്. അങ്ങനെ കണിയൊക്കെ വെച്ചതിന് ശേഷം രാവിലെ ആയപ്പോൾ കണ്ണൻ സർപ്രൈസ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്കൊക്കെ അവനൊരു വിഷുക്കണിയായിട്ടാണ് വന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ കണിയൊക്കെ കണ്ടതിന് ശേഷം ശ്യാമാണ് ഇവിടെ പാൽപ്പായസം ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പാൽപ്പായസവും പിന്നെ രാവിലെ വിഷുക്കഞ്ഞിയാണ് നമ്മൾ കുടിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടങ്ങളിലൊക്കെ വിഷുക്കഞ്ഞിയാണ് രാവിലെ കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള പിള്ളേരൊക്കെ ആയിട്ട് ചേർന്ന് നമ്മൾ ബാക്കിയുള്ള പടക്കവും കമ്പിത്തിരി എല്ലാം കത്തിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടുമ്പോൾ ഉള്ള ഒരു ആഘോഷമാണല്ലോ വിഷു എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരുടെയും ആ ഒരു സന്തോഷവും ആഘോഷവും എല്ലാം ചേർന്ന ആ ഒരു ഡേ ആയിരുന്നു. അതിനുശേഷം നമ്മളെല്ലാവരും ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ.